പോലീസുകാരൻ്റെ ബുള്ളറ്റ് കത്തിച്ചു. 2 സ്ത്രീകൾ അറസ്റ്റ് ചെയ്തു. വളരെ രസകരമായതും അതേസമയത്ത് ബുദ്ധിപൂർവമായ ചില സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് വിവേക്. അദ്ദേഹത്തിൻ്റെ വീട് കൊല്ലം അഞ്ചലിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പ് വശത്തും വെച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ രാത്രി 2 മണി അടുപ്പിച്ച് കത്തുന്ന വിവരം കണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പോലീസ് രംഗത്ത് വന്നു. ഇത് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. സ്വാഭാവികമായിട്ട് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആണ് ചെയ്തതെന്ന് നമ്മൾ കരുതുകയുള്ളൂ. അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ വിവേകിൻ്റെ ബുള്ളറ്റാണ് കത്തിച്ചത്. എന്തായാലും പ്രാഥമിക ദൃഷ്ട്യാ മറ്റുള്ളവരും മറിച്ച് ഇദ്ദേഹവും KSUക്കാരുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അവരായിരിക്കും കത്തിച്ചത്. അങ്ങനെയാണല്ലോ നമ്മൾ കരുതുക. രാഷ്ട്രീയ വൈരാഗ്യം മൂലം കത്തിച്ചു. അത് KSUക്കാർ SFI ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കത്തിച്ചെന്ന് ആരോപണമൊക്കെ വരും. അതിൽ പലരും കുരുങ്ങുകയും ചെയ്യും, പോലീസ് അതിലവരെ പെടുത്തുകയും ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് KSUക്കാരാണ് ഇത് കത്തിച്ചത് എന്ന്, ഈ വിവേകിനോട് വൈരാഗ്യമുള്ള ആരോ KSUക്കാർ കത്തിച്ചെന്നാണ് പ്രഥമ ദൃഷ്ടിയിൽ വന്ന വിവരങ്ങൾ. പക്ഷേ അഞ്ചൽ പോലീസ് കൃത്യമായി അത് അന്വേഷിച്ചു. CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി ആരെങ്കിലും വന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. രാത്രി 2 മണി അടുപ്പിച്ച് 2 സ്ത്രീകൾ അവിടെ വന്നു പോയതായിട്ട് കണ്ടു. ഒരു ഓട്ടോറിക്ഷയിലാണ് അവർ വന്നത്. എന്തായാലും പോലീസ് അന്വേഷിച്ച് ആ സ്ത്രീകളെ കണ്ടെത്തി 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഒരാൾ ആരതി, മറ്റത് ഇടുക്കി സ്വദേശിനി ഗായത്രി. ഇവർ 2 പേരും ആരതിയും ഗായത്രി സുഹൃത്തുക്കളാണ്. 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ രാത്രി ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ വന്ന് ഇവർ ബുള്ളറ്റിനടുത്ത് പോയി അത് കത്തിക്കുന്ന ആണ് CCTV ദൃശ്യത്തിൽ കണ്ടെത്തിയത്. എന്തായാലും 2 പേരെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കുറ്റവും സമ്മതിച്ചു. ആരതി ഈ വിവേകുമായിട്ട് ചില അടുപ്പം ഉണ്ടായിരുന്നു. അത് രണ്ടും സ്നേഹബന്ധത്തിലായി. പരസ്പരം കല്യാണം കഴിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ തീയതികളുമൊക്കെ നിശ്ചയിച്ചു. പക്ഷേ പോലീസുകാരൻ വിവേക് അതിൽ നിന്ന് കാലുവാരി. പല പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെയുള്ള ചില ബന്ധങ്ങൾ നമുക്ക് പോലീസുകാരുമായിട്ട് ആ ഏരിയയിലും ഉള്ള ആൾക്കാർ ഇതുപോലെ ബന്ധപ്പെടുന്ന കാണാം. അവരവിടുന്ന് ട്രാൻസ്ഫറായി പോയ സ്ഥലത്ത് ചെന്നാലും ആ പുതിയ സ്ഥലത്ത് ഇവർ ചെല്ലുന്നതും അവർ ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണാം. ഇത് പോലീസുകാർ ശ്രദ്ധിക്കണം, പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം വളരെയധികം ആൾക്കാർ നിങ്ങളെ കാണാൻ വരും. അവരോട് നിങ്ങൾക്ക് അടുപ്പം തോന്നാം, അവർക്കും നിങ്ങളോട് അടുപ്പം തോന്നാം. അതൊക്കെ ചില ബന്ധങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കും. ചിലപ്പം വിവാഹത്തിലേക്ക് എടുത്തു ചാടാൻ വരും, അല്ലെങ്കിൽ ആ ട്രാപ്പിലോട്ട് പെട്ടുപോയെന്നും വരാം. ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ കത്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ആ പോലീസുകാരനെതിരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ ആയിരിക്കാം കത്തിച്ചത്. അങ്ങനെയേ ചിന്തിക്കുള്ളൂ. ഇയാൾ ഭരണകക്ഷിയിൽപ്പെട്ട CPMൽ ഭരണം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇയാൾ എടുത്ത തീരുമാനമോ അന്വേഷണത്തിൻ്റെ ചില തെറ്റായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. KSUക്കാർ കത്തിച്ചു എന്ന ആമുഖമായിട്ട് അങ്ങ് പറഞ്ഞു പരത്തി ആ രീതിയിൽ അങ്ങ് പോകും അന്വേഷണം. പക്ഷേ അഞ്ചൽ പോലീസ് കൃത്യമായ CCTV ദൃശ്യത്തിൻ്റെ സേവനം നോക്കി വന്നപ്പം ഒരു ഓട്ടോറിക്ഷ രാത്രി 2 മണിക്ക് അവിടെ വന്ന് പോയി. അതിൽ 2 സ്ത്രീകളുണ്ട്. അവരെ ചോദ്യം ചെയ്തു, പിടിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി, കുറ്റം സമ്മതിച്ചു. അതിൽ ആരതി ഈ വിവേകുമായി അടുപ്പമായിരുന്നു, സ്നേഹബന്ധത്തിലായിരുന്നു, കല്യാണം കഴിക്കാനൊക്കെ തയ്യാറായി. അവസാന നിമിഷം അയാൾ കാലുവാരി. അതൊരു വൈരാഗ്യമായി. അതുകൊണ്ട് ആരതിക്ക് അതിന് പകരം തീർക്കണം. അവനങ്ങനെ നെളിഞ്ഞ് നടക്കണ്ട. ആരതി കൂട്ടുകാരി ഗായത്രി ഇടുക്കിക്കാരിയാണ്. അവരുടെ സഹായം തേടി 2 പേരും ആത്മമിത്രങ്ങളാണ്. അതിന് പകരം ചോദിക്കണം. അവനെ അങ്ങനെ വിടാൻ ഒക്കില്ല. അങ്ങനെ പ്രാരംഭമായിട്ട് അവൻ്റെ ബുള്ളറ്റിൽ കിടന്ന് ഷൈൻ ചെയ്യുകയല്ലേ, അതങ്ങ് കത്തിക്കാം. അങ്ങനെ അവൻ്റെ വീട്ടിലെ മുൻവശം വെച്ചിരുന്ന ആ ബുള്ളറ്റ് ഇവർ കത്തിച്ച് അവർക്ക് പരിചയമായുള്ള വിശ്വാസമുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഓട്ടോയിൽ കയറിയാണ്
രണ്ടുപേരും വന്ന് ദൂരെ മാറ്റി നിർത്തി നടന്ന് ആ വീടിനടുത്ത് പോയി കത്തിച്ചിട്ട് തിരിച്ച് ആ ഓട്ടോയിൽ പോയി. പോലീസ് അത് കൃത്യമായിട്ട് കണ്ടെത്തി. എന്തായാലും ഇത് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ഇതുപോലെയുള്ള പല സംഭവങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അതിനകത്ത് കുട്ടികൾ തമ്മിലുള്ള വൈരാഗ്യം, ഒരു കുട്ടി മറ്റേ കുട്ടിയുടെ വീട്ടിൽ കാറ് കത്തിച്ചു, അല്ലെങ്കിൽ KSUക്കാരനും അല്ലെങ്കിൽ SFIക്കാരനും അവരങ്ങോട്ടും ഇങ്ങോട്ടും ആണുങ്ങളൊക്കെ കത്തിക്കുന്നതും അത് നശിപ്പിക്കുന്നതും തീയിടുന്നതൊക്കെ നമ്മൾ ധാരാളം കേസുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾ വന്ന് ആ പയ്യന്മാരെ അല്ലെ ആണുങ്ങളെപ്പോലെ ഇതുപോലുള്ള കൃത്യം ചെയ്യുമെന്ന്. അതിനുള്ള കഴിവുകൾ ഇപ്പം കേരളത്തിലെ സ്ത്രീകൾക്കുണ്ട്. അവർക്ക് തൻ്റെ ഇടമുണ്ട്, കറേജിയസാണ്. ആരെയും തുല്യനീതിയാണ് രണ്ട് കൂട്ടരും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികളും. അവരെ പിന്നിലേട്ടാക്കാൻ കഴിയില്ല. ആൺകുട്ടികൾ ചെയ്യുന്ന പോലെ അതേ രീതിയിലുള്ളൊരു ധൈര്യസമേതം അവരും പുറത്തിറങ്ങി രാത്രി വന്ന് രഹസ്യമായിട്ട് വന്ന് അയാളുടെ വാഹനം കത്തിച്ചിട്ട് മടങ്ങിപ്പോയി. ഏതായാലും ആരതി ഈ അറസ്റ്റ് ചെയ്തപ്പം അവർ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് തീരുമാനിച്ച് വിഷം കഴിച്ചു. അവരിപ്പം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. അതേസമയത്ത് ഗായത്രിയെ അറസ്റ്റ് ചെയ്തു. അവർ റിമാൻഡിലാണ്. 2 യുവതികൾ ചേർന്ന് ശത്രുവായ ഒരാളുടെ ബുള്ളറ്റ് കത്തിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്ത് അറസ്റ്റിലേക്ക് വരുന്നത്. അത് നല്ല രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഇനിയും വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.